എടാ പരദൂഷണമ്മ അതുലേ നീ സബ്സ്ക്രൈബ് ചെയ്തല്ലേടാ കൊച്ചു കള്ള. നീ എന്നാ കാണാനാണോ സബ്സ്ക്രൈബ് ചെയ്തത്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ കയറി അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആയിട്ട് തന്നെ റിയാക്ഷൻ ചെയ്യുന്ന കുറെ റിയാക്ഷൻ ഓളികൾക്ക് എല്ലാവർക്കും എതിരെ ഏത് അവനാണോ അവളാണ് ഇവർക്കെല്ലാം എതിരെ ഞാൻ കേസിന് പോവാണ്. ഞാൻ ഇപ്പൊ തന്നെ കേസിന് പോകണം. ആർക്കാണ് നഷ്ടപരിഹാരം നടത്തേണ്ടത് തരേണ്ടതെന്ന് കോടതി. മനുഷ്യന്റെ മനസ്സാണ് ഓരോ നിമിഷം മാറിക്കൊണ്ടിരിക്കുന്നത്. അവൾ അന്ന് പറഞ്ഞത് ഇന്നാള് കെട്ടുമെന്നല്ലേ, പിന്നെ അവൾ എന്താ ഇങ്ങനെ പറയുന്നത്? എടേ, ഇത് എന്റെ മനസ്സല്ലേ, ഇതിപ്പോ നിങ്ങളെ പോലെ ആവണമെന്നുണ്ട്. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഈദ് മുബാറക്, ചെറിയ പെരുന്നാൾ ആശംസകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നും രേണുസുതിയാണ് ആദ്യമായിട്ട് രാവിലെ തന്നെ റിയാക്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ആരെങ്കിലും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമൊക്കെ ഉണ്ടാകട്ടെ. അപ്പം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ എന്താണ് ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ലൈക്ക് ചെയ്യുമ്പോൾ കാണും, അതൊന്ന് കൊടുത്തൊന്ന് സെറ്റ് ആക്കി വെക്കുക. അപ്പം നമുക്ക് പറയാൻ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഈ യുദ്ധത്തിന്റെയും കാര്യത്തിന്റെ ഇടയിൽ എന്താണ് രേണുസുതി റാസൽ ഖൈമിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷന്റെ കാര്യം അറിയാലോ, നമ്മുടെ അതുലെങ്ങാണ്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്ത് അവിടെ സംഭവങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് രേണു വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ട, അതിന്റെ ഒരു ഗതികേടെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് ചിന്തിക്കാനും കുറച്ച് പറയാനും നമുക്ക് ചുമ്മാ സോറ പറഞ്ഞിരിക്കാം, അത്രയൊക്കെ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. അപ്പൊ എന്താണേലും ഈ സബ്സ്ക്രിപ്ഷൻ സംഭവങ്ങൾ എന്താണ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ എല്ലാവരും പബ്ലിക് ആക്കിയിട്ടുണ്ട്. അവർക്കെതിരെ കേസും വരുന്നുള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും കേസ് കൊടുക്കട്ടെ. എന്ത് പറഞ്ഞ് കേസ് കൊടുക്കുമെന്നാണ് എനിക്ക് അറിയേണ്ടത്. ചിരി വരികയാണ് ഓർക്കുമ്പോഴത്തേക്ക്. സ്റ്റേഷനിലോട്ട് സാറേ ഇതെന്റെ സംഭവം, ഇത് ഇവന്മാര് പബ്ലിക് ആക്കി എന്ന് പറഞ്ഞ് കാണിക്കേണ്ട ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. അപ്പൊ എന്താണെങ്കിലും വെച്ച് താമസിക്കേണ്ട. ആദ്യമായിട്ട് തന്നെ അതുലിനെ വെച്ച് തുടങ്ങാം. അതുലിന്റെ ഒരു കൊട്ടി കൊടുക്കുന്നുണ്ട്, നമുക്ക് കേട്ട് നോക്കാം. അതുലേ നീ സബ്സ്ക്രൈബ് ചെയ്തല്ലേടാ കൊച്ചു കള്ള. നീ എന്നാ കാണാനാണോ സബ്സ്ക്രൈബ് ചെയ്തത്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കണ്ണാടി വെച്ച് മുറിക്കാത്തിരുന്ന് കുണാന്ന് പറഞ്ഞ എന്നെ പറ്റി അപവാദം ആലോചിച്ചോ പറയാനല്ലേടാ നീ സബ്സ്ക്രൈബ് ചെയ്ത കള്ള തെണ്ടി. നീ എന്നെ എന്തൊക്കെയാണ് വിളിക്കുന്നത്? അപ്പൊ നിന്നെ ഞാൻ അങ്ങനെ വിളിച്ചത് എന്റെ വായിന്ന് നീ കേട്ടത് നിന്റെ പൂർവ്വകാല സുഹൃതം അത് നീ കരുതിക്കോ. അതുലെ നീ വീട്ടിലിരുന്നുകൊണ്ട് കഥ പഠിച്ചിരുന്നുകൊണ്ട് കണ്ണാടി വെച്ചോണ്ട് കുണാന്ന് പറഞ്ഞ മറ്റുള്ളവരുടെ കുറ്റം, രേണുസുതിന്റെ കുറ്റം ഏറ്റവും കൂടുതൽ പറയാനല്ലേ നിനക്ക് അറിയത്തുള്ളൂ. മോനെ, നീ പുറത്ത് വന്ന് കളിക്കണം നേർക്ക് നേരെ. നീ ആണെങ്കിൽ എന്റെ നേർക്ക് നേരെ വന്നിട്ട് ഈ കുറ്റം പറയണം. അതിലെ അളിയാ നിന്നെ വെല്ലു വിളിക്കുന്നത്. നീ സബ്സ്ക്രിപ്ഷൻ എടുത്തോടാ രേണുവിന്റെ. ഇത്ര ദാരിദ്ര്യമാണോ? അപ്പം അതില് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് നമ്മുടെ മാസ്റ്റർ മനുവിനോട് എങ്ങാണ്ട് സ്ക്രീൻഷോട്ട് ചോദിച്ച് വാങ്ങിച്ചതെങ്ങാണ്ടാണ്. അപ്പം എന്താണേലും ആ ഒരു വീഡിയോ കണ്ടിട്ട് രേണുസുതി വെല്ലു വിളിച്ചിട്ടുണ്ട്. അതിലിനോട് നേർക്ക് വാടാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഞാൻ അതിന്റെ വീഡിയോ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ റിയാക്ട് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അളിയൻ എടുത്തിട്ടില്ല, സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ഓടി നടന്ന് ചേച്ചി കേസ് കൊടുക്കാൻ പോവാ കാര്യങ്ങളാന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ച് താമസിക്കാതെ അതും കൂടി ഒന്ന് കേൾക്കാം. അയ്യോ, ഈ ചാക്കിനകത്ത് കപ്പ പുഴുങ്ങിയതാ? കപ്പയല്ല, കപ്പ്. ഇതെന്തിനാ ചാക്കിനകത്ത് കൊണ്ടു നടക്കുന്നത്? അത് പിള്ളേരെടുത്ത് നശിപ്പിച്ച് കളയുന്ന കരുതി ഞാൻ ചാക്കിനകത്താക്കി കട്ടിന്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു. അതെ, എല്ലാവരോടായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരുത്തം പോലും ഇവിടെ നിൽക്കരുത്. എല്ലാവരും പിരിഞ്ഞു പോകണം. പൊക്കോ. എടാ പോകാനാണ് പറഞ്ഞത്, സമയമായെന്ന്. കൊച്ചിവിടെ കിടന്ന് കറങ്ങാതെ പോ. അതിന് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അതിന് മുമ്പ് പോകാൻ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും? ഏഷ്യാനെറ്റിന്റെ ഒരു ഗതികേട്. ഇങ്ങനെങ്കിലും ഏഷ്യാനെറ്റിനെ ഇവളെ കൊണ്ട് ഗുണം ഉണ്ടാകട്ടെ. കാരണം ബിഗ് ബോസ് വലിച്ചു കയറ്റിയിട്ട് ഇവളെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. 10,000 അത്ര ദിവസം 35 ദിവസം പോയതല്ലാതെ ഒരു കോണ്ടന്റ് ഇവിളിൽ നിന്ന് കിട്ടിയില്ല. ഇവള് സുധിച്ചേട്ടനെ വിളിച്ചു വരുത്തി അങ്ങ് ഉത്തരത്തിലെടുത്തി. ഏതാണ് ബിഗ് ബോസിൽ ഇന്ന് വരെ അവളെ ഇറങ്ങിപ്പോന്നു. പക്ഷെ ഇപ്പോഴും അങ്ങനെ അവിടെ തന്നെ ഇരിക്കുക, തിരിച്ച് ഇറക്കിക്കൊണ്ട് വന്നില്ല. അപ്പോഴാണ് ഇവിടെ കട്ടിന്റെ അടിയിൽ ട്രോഫി വെച്ച കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് തന്നെ ഒരു സ്കിറ്റ് അടിച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയെങ്കിലും ഇവളെ കൊണ്ട് അതൊന്ന് മുതലാക്കണമല്ലോ, അത് ഉദ്ദേശിച്ചാണ് ഏഷ്യാനെറ്റ് വരെ അവർ ട്രോളി അവര് മടുത്ത്. അങ്ങനെ ഒരു ഐറ്റം എന്തോ മാത്രം പെയ്ഡ് സബ്സ്ക്രിപ്ഷന് കയറി അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആയിട്ട് തന്നെ റിയാക്ഷൻ ചെയ്യുന്ന കുറെ റിയാക്ഷൻ ഓളികൾക്ക് എല്ലാവർക്കും എതിരെ ഏത് അവനാണോ അവളാണ് ഇവർക്കെല്ലാം എതിരെ ഞാൻ കേസിന് പോവാണ്. ഞാൻ ഇപ്പൊ തന്നെ കേസിന് പോകണം. ആർക്കാണ് നഷ്ടപരിഹാരം നടത്തേണ്ടത് തരേണ്ടതെന്ന് കോടതി തീരുമാനിച്ചോളൂ. മനസ്സിലായി? ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്ന ഏതെങ്കിലും ഉണ്ടോ? എന്റെ അല്ലാതെ. അപ്പൊ എന്നോട് മാത്രമാണ് ഇവർക്ക് കടി. ഞാൻ തീർത്ത് കൊടുക്കാം. കാരണം സബ്സ്ക്രിപ്ഷൻ ചെയ്തവരൊക്കെ മണ്ടന്മാരാകത്തില്ലേ? അപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഇപ്പൊ സ്റ്റേഷനിലോട്ട് പോവാണ്. ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പം എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ പേരിലൊക്കെ കേസും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പൊ ചേച്ചിയുടെ വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ബിസിനസ് സ്ട്രാറ്റജി അത് ഫ്ലോപ്പായി എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ സബ്സ്ക്രിപ്ഷനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ എടുത്ത് പുറത്തോട്ട് ഇടുമ്പോഴത്തേക്ക് പുള്ളിക്കാരിയുടെ ഇതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ എല്ലാവരും വന്നു. ഇവൾ എന്ത് സംഭവമാണ് ഇതിനകത്ത് കാട്ടിക്കൂട്ടി വെച്ചേക്കെന്ന് അറിയാനാണ് അത്രയും സബ്സ്ക്രിപ്ഷൻ. എന്നാണ്ട് 1.5 ലക്ഷം രൂപ കിട്ടി കേട്ടോ. 1,46,000 രൂപ എങ്ങാണ്ട് ഞാൻ മുമ്പ് കൂട്ടി നോക്കിയപ്പോഴത്തേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് അറിയാൻ വേണ്ടി കുറെ അധികം ആൾക്കാർ വരുന്നത്. അപ്പൊ നമ്മൾ ഇതെടുത്ത് പബ്ലിക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഇത് ഓൾറെഡി കണ്ടു, ഇനി എന്നാ തേങ്ങാക്കൊല കാണാനാണ് അവിടെ ഇത്രയും പൈസ കൊടുത്ത് പോകുന്നതെന്ന് ആൾക്കാർ ചിന്തിക്കും. അപ്പൊ ഇവർക്ക് ബിസിനസ് കിട്ടത്തില്ല. അതിന്റെ ചോദിക്കാണ് ഇത് കാണിക്കുന്നത്. പിന്നെ 2 ദിവസം മുന്നേ തന്നെ ഈ പുള്ളിക്കാരി പറയുന്നുണ്ടെന്ന്, എനിക്ക് ഫ്രീ പ്രൊമോഷൻ തന്നതിന് എല്ലാവർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് പറയുന്നുണ്ടെന്ന്. ഒരേ വാഗോണ്ട് 3-4 വർത്താനം പറഞ്ഞ ടീമാണ്.
പിന്നെ അതല്ല ഉത്തമ, ഞാൻ ആലോചിക്കുന്നത് ഇവർ എന്ത് തേങ്ങാക്കൊല കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കാനാണ്. ഇത് ഇങ്ങനെ വിളിച്ചിട്ട് സാറേ ഇതാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതാണ് എന്റെ സംഭവം. എന്നിട്ട് ഇവന്മാർ അതെടുത്ത് പബ്ലിക് ആക്കി. ഞാൻ ഇത്രേ ചെയ്തുള്ളൂ, ഞാൻ ഇത്രയുള്ള പോസ്റ്റുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത് മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരും. അപ്പത്തേക്ക് പോലീസുകാര് നീ ഇത് മാത്രമേ ചെയ്തുള്ളൂ, എന്തുകൊണ്ട് നന്നായി എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും അവരിൽ നിന്നുണ്ടാകുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കണം. അവർ പട്ടി താറ്റി വിടും, വേറെ ഒരു ഇതുമില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ഇവൾക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാണ് പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു. മാനമൊക്കെ ഉണ്ടോ പെങ്ങളെ, നിനക്ക് ഉണ്ടോ? ചോദിച്ചു പോവാണ്. ഒരു മാനവും അഭിമാനവും ഇല്ലാതെ പൈസയ്ക്ക് വേണ്ടി എന്ത് കോപ്രായം കാണിക്കുന്ന ഇവൾക്ക് എന്ത് മാനമാണ്? ഓൾറെഡി ഇവള് തന്നെ ഇവിടെ മാനം കളഞ്ഞിട്ട് നിൽക്കുകയാണ്. പിന്നെ എന്ത് മാനം ഉണ്ടെന്നാണ് ആശാത്തി പറയുന്നത്, എനിക്കറിയത്തില്ല. അപ്പൊ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. കേസ് കൊടുക്കുകയും വേണം, അത് FIR ഇടുകയും വേണം, അത് കോടതിയിലോട്ട് പോവുകയും വേണം. അതാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ നമുക്ക് കാണണം അത് ആ കേസ് എങ്ങനെ ഏത് രീതിയിൽ പോകണം എന്നുള്ളത്. അതല്ല ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഏത് ഫോട്ടോ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഇവിടെ വിചാരം തന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഈ തുണി ഊരി കാണിക്കാനുള്ള എന്തോ ഒരു പ്ലാറ്റ്ഫോം ആണെന്നാണ് പുള്ളിക്കാരുടെ വിചാരം. അത് ഇൻസ്റ്റ അല്ല മോളു, ഇൻസ്റ്റ അല്ല, ഡോണ്ട് ഇൻസ്റ്റയിൽ അത് പോസ്റ്റ് ചെയ്യില്ല, അതിന് സൈറ്റ് വേറെ ഉണ്ട്. അപ്പൊ അവിടെ എങ്ങനെ കൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യണം. ആരുടെയും ചോദിച്ചൊക്കെ എടുക്ക്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ എന്താണ് ഈ സബ്സ്ക്രിപ്ഷനകത്ത് എനിക്ക് അറിയേണ്ടത്, തങ്കച്ചൻ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടോ, അത് പിന്നെ അളിയൻ ചെയ്തിട്ടുണ്ടോ, പിന്നെ ഒരു മകൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയണം. അപ്പം തങ്കച്ചനോടും കൂടിയാണ് പറയാനുള്ളത്. ഇതൊക്കെയാണ് മകനെ കാട്ടിക്കൂട്ടൽ. ഇടയ്ക്കൊന്ന് സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഒന്ന് കണ്ടൊക്കെ മനസ്സിലാക്കുക. ചേച്ചി എന്താണേലും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. എല്ലാം കണക്കാണ് ഒരു ഫാമിലി. പിന്നെ പുള്ളിക്കാരി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ടാണ്. ബ്ലോഗേഴ്സെ എന്റെ സബ് സ്ക്രീൻഷോട്ട് എടുത്ത് കോണ്ടന്റ് ഉണ്ടാക്കുന്നവന്മാരോടും അവൾമാരോടുമാ, നമ്മളോടും കൂടി ഉണ്ടേ. സുബിൽ ന്യൂ പിക്ക് ഇടും. എന്താ ഓടിപ്പോയി എടുത്ത് നീയൊക്കെ റിയാക്ഷൻ ഇടടാ. രേണു സുധി ഇനിയും ഇടും, നീയൊക്കെ റിയാക്ഷൻ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പെർമിഷൻ പുള്ളിക്കാരുടെ കിട്ടിയിട്ടുണ്ട്. ഇനി നാളെ വന്നത് മാറ്റി പറയരുത് കേട്ടോ, നാളെ മാറ്റി പറയരുത്. അപ്പം നമ്മളോട് പറഞ്ഞിട്ട് റിയാക്ഷൻ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നു. ഇതാണ് ഹൈലൈറ്റ്. പുള്ളിക്കാര് റാസൽ കൈമയിലോട്ട് പോവാണ്, ദുബായിലോട്ട്. ഓടിവാ ഹബീബി ടാൽ. അപ്പം അതിനും കൂടെ ഒരു കുറവേ ഉള്ളൂ, ടാൽ ബേബി ടാൽ എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റാസൽ കൈമ ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങോട്ടും കൂടി ഇനി വന്ന് ചേച്ചി ഇവിടെയും കൂടെ ഇടങ്ങേറാക്കരുത് എന്ന് മാത്രമേ പറയാവുള്ളൂ. പിന്നെ തിരിച്ചു പോകുന്ന കാര്യം എന്റെ പൊന്നി ചേച്ചി കുറെ അധികം പെട്ടിയും സാധനങ്ങളൊക്കെ ആയാലും കരുതിയാണ് വരുന്നത്. 2-3-4 പെട്ടിയൊക്കെ ഉണ്ട് ഈ തവണ വന്നപ്പോഴത്തേക്ക്. അറിയാം തിരിച്ചു പോകില്ല, 2-ാം തീയതി തിരിച്ചു പോകുന്ന പറഞ്ഞത്. കണ്ടറിയണം. ഇന്ന് തന്നെ മഴ പോലെയാണ് ഇവിടെ മെസ്സേജ് വന്നോണ്ടിരുന്നത്. അപ്പം എന്താണെങ്കിലും ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും അവിടുന്ന് പെട്ടിയും കിടക്കയായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അല്ല, ഞാൻ ഈ ഒരു കാര്യം വിചാരിക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇത്രയും ചെറിയ കുഞ്ഞു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഫ്ലൈറ്റിൽ കിടന്നത്. എൻ്റെ ഇടയിൽ ഭയങ്കര തണുപ്പല്ലേ അവിടെ, എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും? ഭയങ്കര തണുപ്പാണ്, ഭയങ്കര തണുപ്പ്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്താണ് ചേച്ചി എയർപോർട്ടിൽ വെച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ 2-3 ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെങ്കിലും. അവരെടുത്തോട്ടെ. ഹാനകൃഷ്ണനൊക്കെ മറികടന്ന സബ്സ്ക്രിപ്ഷൻ വന്നു എന്നൊക്കെ പറയുന്നത് അതൊക്കെ ശരിയാണോ? അതൊന്നും എനിക്കറിയത്തില്ല. അവരുമായിട്ട് തന്നെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, വലിയ വലിയ സെലിബ്രിറ്റികളാണ്. ഞാൻ ഇപ്പോഴും സാധാരണക്കാരിയാണെന്ന്. ഇവരൊക്കെ എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്കറിയില്ല. എല്ലാവരും ഇപ്പം ഈ പറഞ്ഞ എല്ലാ സെലിബ്രിറ്റികളും അവരവരുടെ കാര്യങ്ങൾ ഇഷ്ടത്തിന് ചെയ്യുന്നുണ്ട്. അതെ, എന്ത് സ്പെഷ്യല്? നമ്മൾ അതിൽ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടും. എന്ത് സ്പെഷ്യല്? ഇവിടെ സ്പെഷ്യൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അപരാധ ഫോട്ടോസ്, അങ്ങനെ ടൈപ്പ് ഇക്ലിപ്പെടുത്തുന്ന ഫോട്ടോസ് ഇടുക എന്നുള്ളതാണ് പുള്ളിക്കാരുടെ മെയിൻ ഹൈലൈറ്റ്. അപ്പൊ അതെടുത്ത് എന്നാണെങ്കിലും പുറത്തോട്ടിട്ട് ഇപ്പം നാട്ടുകാരും കണ്ട് വീട്ടുകാരും കണ്ട് എല്ലാം മൂഞ്ചി തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാലും കുറെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ല, 1 മാസം കിട്ടും. ഇനി അടുത്ത തവണ ഓട്ടോ ഡെബിറ്റ് ആണ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നവന്മാരൊന്നും ശ്രദ്ധിക്കുക. ഓട്ടോ ഡെബിറ്റ് ആണ്, ഇപ്പോഴേ അത് ഓഫ് ആക്കിയിടുവാണെങ്കിൽ കൊള്ളാം. അല്ലെങ്കിൽ അടുത്ത മാസം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്നതായിരിക്കും. അത് ഓപ്ഷൻ എടുത്ത് ഓട്ടോ ഡബ് ഓഫ് ആക്കി ഇടുക എന്ന് മാത്രമേ നമുക്ക് പറയാവുള്ളൂ. ഇപ്പൊ ഇത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവമാണ് അതിനകത്ത് കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇവിടെ ഫാൻസും കാര്യങ്ങളൊന്നും ഇല്ല. കാണൂടെ പേരിന് 5-8 പേര് എന്തെങ്കിലും എവിടെയെങ്കിലും മുക്കിലും മൂടിയിലൊക്കെ ഫാൻസും കാര്യങ്ങളൊക്കെ കാണും. അതുപോലെ ഗതികെട്ട് കിടക്കുന്നവന്മാര്. അപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ പലതരം ആൾക്കാരാണ്. ഒരു ടൈപ്പ് ആൾക്കാരെന്ന് പറയുമ്പോൾ എന്താണ് ഇതിനകത്ത് കാട്ടിക്കൂട്ടിയെന്ന് വെച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർത്തെ ആരെങ്കിലും കാണും. പിന്നെ വേറെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഞരമ്പ് രോഗികൾ കാണും. പിന്നെ വേറൊരു കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ നിന്നൊക്കെ ആരെങ്കിലും, കാരണം കോണ്ടന്റ് ചെയ്യണമല്ലോ, അങ്ങനെയൊക്കെ ഉള്ളത്. നിങ്ങൾ എന്നാണേലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്നാ കാര്യത്തിന്? പിന്നെ അഹാനായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ടോ? അഹാൻ എന്ത് എവിടെ കിടക്കുന്നു, ഇവളെന്ത് കിടക്കുന്നു? ഇപ്പൊ ഇവളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹോട്ട് പിക്ക് ഇടുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ചേച്ചി നിൽക്കുന്നത്. അപ്പൊ പറഞ്ഞാൽ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള സെലിബ്രേഷൻ കാര്യങ്ങൾ, അവരുടെ ഫാമിലി പരമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയിക്കുക എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ എന്നാ വിചാരിക്കുന്ന പറഞ്ഞാൽ എന്തോ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ കുറെ ഹോട്ട് പിക്ക് അങ്ങോട്ട് ഇടുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇവിടെ മാത്രമേ ഇതിങ്ങനെ വരുന്നുള്ള വെച്ചാൽ ഒരുപാട് ഇങ്ങനെ അപരാധം കാണിച്ച് നടക്കുന്നവരൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടാറുണ്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്തവര്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി ധരിച്ചു വെച്ചിരിക്കുന്നത്.
ഞാൻ പോലും കണക്ക് കൂട്ടിയില്ല, അതാണ് സത്യം. എനിക്ക് അറിയില്ല സത്യം. ഈ ഇടയിലും കണ്ട സസ്പെൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സത്യമുള്ള കാര്യം പറയല്ല. വരുമാനം അത് ഇത്ര വെച്ച് കൂട്ടാനോ കൂടി ഇതൊന്നും എനിക്കറിയാം. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഓരോരുത്തർ പറയുമ്പോഴാണ് ഇത്ര അങ്ങനെ പറ. ഭൂമിയുടെ സ്പന്ദനം കണക്കിലാന്ന് പണ്ട് മാഷ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മറ്റേ പടത്തിനകത്ത്. അപ്പൊ ചേച്ചിക്ക് വേണ്ടത്ര കൂട്ടലും കുറയ്ക്കലും ഒന്നും അറിയത്തില്ല. ചേച്ചിക്ക് അറിയാവുന്ന ഒരു പണി മറ്റേ അവള് പറയുന്നില്ല. അപ്പം അങ്ങനത്തെ പണിയും സെറ്റപ്പ് മാത്രമേ അറിയുള്ളൂ. അപ്പം അറിയാവുന്ന പണിയാണ് ചെയ്യുന്നതെന്ന് ചേച്ചി മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് വരാം, ആ വീഡിയോ വെച്ച് തരാം. ചേച്ചിക്ക് അറിയാവുന്ന പണി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അറിയാവുന്ന പണി എന്താണെന്ന് നമുക്ക് പറയാം. പണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയും പെരുക്കും ബസ് സ്റ്റാൻഡ് വഴിയൊക്കെ നടന്നതല്ലേ. തെറ്റാണ്. നമ്മൾ പൈസ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ പൈസ ഇല്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിലേ ഉള്ളൂ ആൾക്കാരും എല്ലാവരും. പൈസ ഇല്ലെങ്കിൽ ഞാനൊക്കെ അനുഭവിച്ചതാണ് കുറെ. സുധിച്ചാണ്ടുള്ള സമയത്ത് ആ മറ്റേ ലോക്ക്ഡൌൺ ടൈമിൽ ഞാൻ അനുഭവിച്ചതാണ്. ചേട്ടനും ഞാനും ഒക്കെ ആദ്യത്തെ കയ്യിന്ന് പോയി. ആ പൈസ ഉണ്ടാക്കുന്ന എങ്ങനെങ്കിലും ഉണ്ടാക്കുന്ന തെറ്റാണോ അങ്ങനെ എന്തോ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ വരുന്നതാണ്. പിന്നെ പെട്ടെന്ന് പുള്ളിക്കാരി അങ്ങ് മിഴുങ്ങി. അപ്പൊ നമുക്കറിയാം പുള്ളിക്കാരി പണ്ടും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടന്നിട്ടുണ്ട്. നമ്മൾ ആ കഥയൊന്നും എടുത്ത് പറയുന്നില്ല. നമ്മളെല്ലാമൊക്കെ അറിയുന്നൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും ഗുണിച്ചും ഹരിച്ചും പൂരിപ്പിച്ചൊക്കെ എടുക്കുക. ഓക്കെ, ഓഫീസറുമായിട്ട് പ്രണയത്തിനൊന്നുമല്ല. അങ്ങനെ ഒരാളുണ്ട്, എന്റെ ഫാനാണ് ആള്. ഫാൻ എന്ന് പറഞ്ഞപ്പോൾ ഇവളായ എന്താണ് അതൊന്നും എനിക്കറിയത്തില്ല. ആളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. വല്ലപ്പോഴും ആണ് മെസ്സേജ് പോലും അയക്കാറുള്ളത്. പ്രണയത്തിനൊന്നും ആയിട്ടൊന്നുമില്ല. എന്ന് പറഞ്ഞാല് നമുക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരാൾ വന്ന് കൂട്ടുകൂടി നല്ല രീതി സംസാരിച്ചെന്ന് പറഞ്ഞ ഉടനെ അവരുമായിട്ട് നമ്മൾ പ്രണയത്തിലാവും? ഒരിക്കലും ഇല്ല. അതൊക്കെ എന്തൊരു ആറ്റിറ്റ്യൂഡാണ്. പുള്ളിക്കാരിയുടെ ആരെങ്കിലും ഒരു ഹായ് ബായ് പറഞ്ഞ ഉടനെ അവരുടെ പ്രണയമാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഉടനെ അതങ്ങ് കാമുകനാക്കി ചിത്രീകരിക്കുക. ഒരു ഹായ് പോലും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നമുക്കൊക്കെ എത്ര കാമുകന്മാര് കാണണം അല്ലേ? നമുക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെല്ലാം നമ്മൾ നോക്കുവാണെങ്കിലും എന്തൊരു മൈൻഡ് സെറ്റ് ആണ് ഇവരുടെയൊക്കെ. എന്നാ പറയാനോ എന്നാ പറഞ്ഞിട്ട്. പക്ഷെ എന്തായാലും ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാനൊന്നും ആഗ്രഹിക്കുന്നൊന്നുമില്ല. ഞാൻ പറയട്ടെ, മനുഷ്യന്റെ മനസ്സാണ് ഓരോ നിമിഷം മാറിക്കൊണ്ടിരിക്കുന്നത്. അവൾ അന്ന് പറഞ്ഞത് ഇന്നാളെ കെട്ടുമെന്നല്ലേ, പിന്നെ അവൾ എന്താ ഇങ്ങനെ പറയുന്നത്? എടേ, ഇത് എന്റെ മനസ്സല്ലേ. ഇതിപ്പോ നിങ്ങളെ പോലെ ആവണമെന്നുണ്ട്. പുള്ളിക്കാരി കെട്ടത്തില്ല. ഞാൻ പണ്ടേ പറഞ്ഞില്ലേ പുള്ളിക്കാരി കെട്ടത്തില്ലെന്ന്. കാരണം പുള്ളിക്കാരിക്ക് അഴിഞ്ഞാടിങ്ങനെ നടക്കും. പിന്നെ എവിടെയെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടായ പോരേടെ. സെറ്റപ്പ് മതി, അത് മതി. പൊട്ടാകുമ്പോൾ നമുക്ക് മാറ്റിയും മറിച്ചൊക്കെ കൂട്ടാം. ആ സമയം പൊട്ടിന്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും സ്റ്റാറ്റു ആണെങ്കിൽ അത് മായ്ക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ചേച്ചി ജസ്റ്റ് ഒരു പൊട്ട് തൊടിയുള്ളത്. അപ്പൊ മാറ്റി മാറ്റി കുട്ടാലോ, അത്രേ ഉള്ളു കാര്യം. അപ്പൊ ഇതൊക്കെയാണ്. വീഡിയോ അധികം ലെന്തി ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ബാക്കി റിയാക്ഷൻ വൈകിട്ടെങ്ങാനും ഇടാം. പിന്നെ ഇന്ന് പെരുന്നാളായതുകൊണ്ട് നമ്മൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോവുകയാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്സ് എല്ലാം ചെയ്യുക. കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.